ഇറാൻ ഇസ്രായേൽ ആദ്യഘട്ട സംഘർഷത്തിന്റെ ആദ്യവേളയിൽ ഇറാനൊപ്പം എന്ന അങ്ങയുടെ സമകാലികം മറുപടി ഇപ്പോഴത്തെ സംഘർഷ യുദ്ധസമയത്തും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്നാൽ നിലവിലെ യുദ്ധത്തിൽ അറബ് രാജ്യങ്ങൾ നിഷ്പക്ഷ നിലപാട് ആദ്യമേ എടുത്തിട്ടും തുടക്കം മുതൽ തന്നെ ഇറാൻ അറബ് രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിപ്പോഴും ശക്തമായി തുടരുകയും ചെയ്യുന്നു. ആ പശ്ചാത്തലത്തിൽ നിലപാടിൽ മാറ്റമുണ്ടോ? ആയത്തുള്ള അലി ഖംനായി ദാരുണമായി വധിക്കപ്പെട്ടപ്പോൾ ഷഹീദെന്ന് വിശേഷിപ്പിച്ചവരെയും ഇറാന് പിന്തുണ നൽകുന്നവരെയും ഉഗ്രവാദി വഹാബികൾ അവരുടെ നേതാക്കളടക്കം സൈബർ ഇടത്തിലും അല്ലാതെയും അറ്റാക്ക് ചെയ്യുന്നതും ഇറാന് പിന്തുണയില്ലെന്ന് വ്യക്തമാക്കുന്നതുമാണ് കാണുന്നത്. എന്തു പറയുന്നു? നമുക്കെല്ലാവർക്കും അറിയാം, ഇറാൻ ഇസ്രായേലിൻ്റെ ആദ്യഘട്ടത്തെ സംഘർഷത്തിലും ഇപ്പോൾ നീണ്ടു പോകുന്ന ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിലുമെല്ലാം തമ്മാടി രാഷ്ട്രമായ ഇസ്രായേലും കുടിലതയുടെയും ക്രൂരതയുടെയും പര്യായമായ ഇസ്രായേലും ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും മുഖമായ അമേരിക്കയും എല്ലാ രാജ്യാന്തര മര്യാദകളും നിയമങ്ങളും ഭേദിച്ചുകൊണ്ട് ഒന്നും പരിഗണിക്കാതെ ഒരു പരമാധികാരമുള്ള രാജ്യത്തിൻ്റെ മേൽ കടന്നാക്രമണം നടത്തുകയായിരുന്നു. ആ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മതാധ്യക്ഷനും ആ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാന വാക്കുമായ അലി ഖംനയും അതുപോലെ ആരെയൊക്കെ സ്വന്തം ചാരന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, മൊസാദിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെയൊക്കെ ഒളിഞ്ഞ് മനസ്സിലാക്കാനും ചാരപ്പണി എടുത്തുകൊണ്ട് എവിടെയാണെന്ന് അറിയാനും പിന്തുടരാനും റൗഡികളെയൊക്കെ ഏൽപ്പിച്ച് അവരുടെയൊക്കെ സഹായത്തോടു കൂടെ അവരിയ്ക്കുന്ന കേന്ദ്രത്തിലേക്ക് ബോംബ് വർഷിച്ച് അവരൊക്കെ കൊല്ലുകയാണ് ചെയ്തത്. ഇതിനു മുൻപും ആ രാജ്യത്തിൻ്റെ സാമ്പത്തികമായ, ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയമായ നേട്ടങ്ങളുടെ എല്ലാം ശില്പികളായ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രകാരന്മാരെയും ശാസ്ത്രജ്ഞരെയും ആയുധങ്ങളും ആ രാജ്യത്തിന് വേണ്ടതെല്ലാം ഉണ്ടാക്കുന്ന അണുവായുധങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആ രാജ്യത്തെ സജ്ജമാക്കുന്ന തരത്തിലുള്ള എല്ലാറ്റിനും പറ്റുന്ന ശാസ്ത്രകാരന്മാരെയൊക്കെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് അവരെ എവിടെയാണെന്ന് നോക്കിക്കൊണ്ട് കൊല്ലുന്ന ഏറ്റവും വൃത്തികെട്ട, മര്യാദകെട്ട ജോലിയാണ് വാസ്തവത്തിൽ അമേരിക്ക നടത്തിക്കൊണ്ടിരുന്നത്. ഈ കാര്യത്തിൽ എല്ലാവർക്കും നീതിയോടൊപ്പം നിൽക്കുന്ന ആരും പക്ഷമൊന്നും ഇത് നോക്കേണ്ടതില്ല, മതമൊന്നും നോക്കേണ്ടതില്ല. നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആരും ഈ അനീതിയെ എതിർക്കുകയും മർദ്ദിതരുടെ കൂടെ നിൽക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളും അങ്ങനെ തന്നെ ചെയ്ത് മർദ്ദിതരുടെ കൂടെ നിന്നു. മാത്രമല്ല, ജൂത-ക്രിസ്തീയ വിഭാഗം ഒരു മുസ്ലിം രാഷ്ട്രത്തിന് നേരെ നടത്തുന്ന ഒരാക്രമണം എന്ന് കാണുമ്പോൾ സാധാരണ മുസ്ലിം ഉമ്മത്തിനുണ്ടാകുന്ന വികാരം നമുക്കുമുണ്ട്. അത് ആ അർത്ഥത്തിൽ നമ്മളത് പരിഗണിക്കണം. ഈ അർത്ഥത്തിൽ അനീതിയാണ് ഈ യുദ്ധമെന്നും ഏറ്റവും വൃത്തികെട്ടതാണ് ഈ യുദ്ധമെന്നും എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടുള്ളതാണ് ഈ യുദ്ധമെന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ നീണ്ടു പോകുമ്പോൾ അമേരിക്ക എവിടെയോ കിടക്കുന്ന അമേരിക്കയിലേക്ക് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ വിടാനോ ആയുധങ്ങൾ അയക്കാനൊന്നും കഴിയില്ല. പശ്ചിമേഷ്യയിലൊന്നും അല്ലല്ലോ, പശ്ചിമേഷ്യൻ പരിധിയിലല്ലേ ആയുധങ്ങളൊക്കെ അത്യാവശ്യം പോവുള്ളൂ. അപ്പം അമേരിക്കയുടെ സൈനിക താവളങ്ങൾ പരിസരത്ത് എവിടെയുള്ളത് നോക്കിയിട്ട് അവിടേക്കൊക്കെ വിടുന്നുണ്ട് ഇറാൻ. ഇതാപ്പം നമ്മൾ കാണുന്നത്. പരിസരത്തെ അറബ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളാണ്. ഒരുപാട് പ്രവാസികളായ സഹോദരങ്ങൾ ജീവിക്കുന്ന നാടാണ്. നമ്മളൊക്കെ അപേക്ഷിച്ച് പ്രത്യേകം ഇന്ത്യക്കാർ മാത്രമല്ല, വിശേഷിച്ച് കേരളീയർ, മലയാളികൾ അവരുടെ അന്നം തന്നെ കാണുന്നതും അവരുടെ ഭക്ഷണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ആലംബമായി കാണുന്നതും ഗൾഫ് നാടുകളാണ്. ആ ഗൾഫ് നാടുകളിലേക്ക് കൂടി മിസൈലുകളും ആയുധങ്ങളും ഡ്രോണുകളും ഒക്കെ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാട് ഈ യുദ്ധത്തിലുണ്ട്. എന്നാൽ പ്രധാന എതിരാളിയായ ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് തിരഞ്ഞു നോക്കിക്കൊണ്ട് തന്നെ ആയുധങ്ങൾ അങ്ങനെ വിട്ടുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങളെ സംഭീതിയിലും ഭീതിയിലും നിർത്താൻ എന്തൊക്കെ കഷ്ടനഷ്ടങ്ങളുണ്ട് എന്ന് രഹസ്യമായി അവർ വെച്ചതുകൊണ്ടും പുറത്തു ഒരു വാർത്തയും പുറത്തു വിടാത്തത് കൊണ്ടുമാണ്.
വാർത്താ ഏജൻസികളെല്ലാം അമേരിക്കൻ്റെ കയ്യിലാണല്ലോ. അപ്പോൾ ആ അമേരിക്കൻ്റെ കയ്യിലുള്ള വാർത്താമാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുള്ള വലിയ വാർത്താമാധ്യമങ്ങളെ പോലും നിയന്ത്രിക്കുന്നത് അവരാണ്. ആ നിലക്ക് പുറത്തു വിടാതെ രഹസ്യമായി വെക്കുന്നതാണ്. കനത്ത നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഉറപ്പാണ്. വിചാരിച്ചിടത്തൊന്നുമല്ല എന്നും ലക്ഷ്യം തെറ്റി യുദ്ധത്തിൽ അമ്പെ പരാജയപ്പെട്ടിട്ടുണ്ട് അമേരിക്കയും ഇസ്രായേലും എന്ന കാര്യത്തിൽ ലോകത്തെ രാഷ്ട്രീയ നിരീക്ഷകന്മാർക്കോ ഈ യുദ്ധത്തെ പ്രത്യേകം നിരീക്ഷിക്കുന്ന ആർക്കും ഒരു സംശയവുമില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. നിഷ്പക്ഷമായ യുദ്ധത്തെ കാണുന്ന ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. കുറേ രാജ്യത്തെ നാശപ്പെടുത്താനും ബിൽഡിങ്ങുകൾ തകർക്കാനും രക്ഷാകേന്ദ്രങ്ങൾ തകർക്കാനും അതുപോലെ ഭരണസിരാകേന്ദ്രങ്ങൾ തകർക്കാനും ഭരണത്തലവന്മാരെ കൊല്ലാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതൊരാളെ കൊല്ലുമ്പോൾ 10,000 ആൾ വീണ്ടും ഉണ്ടാകുന്നതാണ് ഈ കഥ. മോദി കൊല്ലപ്പെട്ടു എന്ന് എഴുതി ഇന്ത്യ നശിക്കുമോ? ഡൊണാൾഡ് ട്രംപ് കൊല്ലപ്പെട്ടു എന്ന് എഴുതി അമേരിക്ക നശിക്കുമോ? അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തലവനോ ഏതെങ്കിലും ഒരു വലിയ അവസാന വാക്കോ ആയിക്കോട്ടെ, എത്ര വലിയ മേലധ്യക്ഷനാവട്ടെ, അയാൾ കൊല്ലപ്പെട്ടു എന്നത് രാജ്യം നശിക്കൂല. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിനൊരു പോറലും ഏറ്റിട്ടില്ല, അത് ഏൽപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുമില്ല എന്നതിൻ്റെ തെളിവാണല്ലോ ഈ യുദ്ധം നീണ്ടു നിൽക്കുന്നത്. അവസാനം ഹോർമസ് കടലിടുക്ക് കൂടി നിയന്ത്രിക്കുകയും അത് അടക്കുക എന്നുള്ള ആ സാധാരണ പ്രയോഗമാണത്. അടച്ചിടുന്നല്ലോ, അതിനെ പോകാൻ അനുവദിക്കാതിരിക്കുക. അങ്ങനെ അനുവദിക്കാതിരിക്കുന്ന ആ രീതിയിലുള്ള തന്ത്രങ്ങൾ പറ്റിയപ്പോൾ സാമ്പത്തികമായിട്ടുള്ളൊരു യുദ്ധമാക്കി മാറ്റാനും അമേരിക്കയെയും അമേരിക്ക പോലുള്ള ദുഷ്ടരാഷ്ട്രങ്ങളെയും കനത്ത ആഘാതമേൽപ്പിക്കാനും പറ്റുന്ന തന്ത്രങ്ങളിലേക്കാണ് ഇറാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരവസ്ഥയിലായിട്ട് നമ്മൾ പ്രത്യേകം അഭിപ്രായവും നിലപാടും മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഒരു യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്ത്രങ്ങളെല്ലാം ഇസ്ലാമികമായി ശരിയാകണമെന്നില്ല, മതപരമായി ശരിയാകണമെന്നില്ല, മതപരമായി ന്യായീകരിക്കണമെന്നില്ല. അങ്ങനെയൊന്നും അല്ലല്ലോ യുദ്ധം. അല്ല, ശരിയായ യുദ്ധമാണെങ്കിൽ തന്നെ യുദ്ധത്തിൽ തന്ത്രങ്ങളുണ്ട്, ചതിയുണ്ട്. യുദ്ധത്തിൽ അനുവദിക്കപ്പെട്ടതാണ് തന്ത്രങ്ങളും ചതിയും. അപ്പം ആ നിലയ്ക്ക് ചതിപ്രയോഗങ്ങളും തന്ത്രങ്ങളും ഒക്കെ പൊതുവെ വിലക്കപ്പെട്ടതുപോലും യുദ്ധത്തിൽ അനുവദനീയമാണ് എന്നാ നിയമം. അങ്ങനെ അല്ലാതെ യുദ്ധം ജയിക്കൂലല്ലോ. അപ്പം ആ നിലക്കുള്ള ചില തന്ത്രങ്ങൾ പാടുന്നുണ്ടാവാം. നമ്മെ സംബന്ധിച്ചിടത്തോളം അനീതിക്കെതിരിലാണ് നമ്മൾ നിലകൊള്ളുന്നത്, മർദ്ദിതരോടൊപ്പമാണ് നമ്മൾ നിലകൊള്ളുന്നത്. അത് നമ്മൾ നിൽക്കേണ്ടതുമുണ്ട്. അവിടുത്തെ ഭരണകൂടത്തിലെ മുസ്ലിമീങ്ങൾ ഷിയാക്കളാണ്, ബുദ്അത്തുകാർ എന്നതുകൊണ്ട് മാത്രം അവർ മുസ്ലിങ്ങളല്ലാതാകുന്നില്ല. മുസ്ലിങ്ങൾ എന്ന നിലക്കുള്ള ആനുകൂല്യങ്ങളും ഇസ്ലാമിൻ്റെ പേരിൽ കിട്ടുന്ന സ്ഥാനമാനങ്ങളൊക്കെ അവർക്ക് കിട്ടാതെയും പോകുന്നില്ല. അതിൻ്റെ അല്ലെങ്കിൽ തങ്ങൾ ഇഷ്ടപ്പെടുന്ന രാജ്യങ്ങളിലേക്ക് ഡ്രോൺ വിടുന്നുണ്ട്, മറ്റുണ്ട് എന്നുള്ള പേരിലോ ഒന്നും നമ്മൾ ഈ നിലപാട് മാറ്റേണ്ട കാര്യമില്ല. നിലവിലുള്ള നിലപാടിൽ തന്നെയാണ് നമ്മളുള്ളത്. നമ്മളെപ്പോഴും വർദ്ധിതർക്കൊപ്പമാണ്, അനീതിക്കെതിരാണ്, ധർമ്മത്തിൻ്റെ കൂടെയാണ്, അധർമ്മത്തിനെതിരാണ്, സത്യത്തിനൊപ്പമാണ്, അസത്യത്തിനെതിരാണ്. അത് തന്നെയാണ് ഈ സംഭവത്തിലും ഉള്ളത്.